الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا صدق الله مولانا العظيم قال النبي صلى الله عليه وسلم اخترت دعوتي شفاعة لأمتي قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക് അതിൽ നിന്ന് മെല്ലെ ഇറക്കലും ഒന്നോർക്ക് ഇതുപോലെ ജീവിതകാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് ചെറുകല്ല് മുമ്പളിൽ വെച്ചു മിൻഹാ തൊട്ട് ഓതിയിട്ട് മണ്ണിട്ട് സ്ഥലവും വിട്ട് വേദിയിൽ ഉപവസരായ ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, മറ്റു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മപെങ്ങന്മാരെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്ത്
മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനും സർവീശ്വരനും സർവശക്തനും സർവാധിപതിയും സർവാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗതകാല ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അല്ലാഹു അവന്റെ കരുണ കൊണ്ട് അവന്റെ ഔദാര്യം കൊണ്ട് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് പുണ്യ നബിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും കിടക്കുന്നില്ല. കാരണം സമയം വളരെ കുറവാണ്. അൽഹംദുലില്ലാഹ്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ റബീഉൽ അവ്വൽ 12 കഴിഞ്ഞിട്ടുള്ളൂ. റബീഉൽ അവ്വൽ 12 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നബിയോടുള്ള സ്നേഹം എപ്പോഴും മരിക്കണ കാലം വരെ കൂടെ ഉണ്ടാകണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ. അൽഹംദുലില്ലാഹ്, ആ പുണ്യ നബിയെ സമൂഹത്തിന്റെ മുന്നിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്ന ഒരു വിഷയമാണ്. കഴിവിന്റെ പരമാവധി ഞാനിങ്ങനെ ഉസ്താദുവറുകളോട് പറയുക, നമ്മൾ നബിയെ കുറിച്ച് പറയുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടം തോന്നുന്നത് മറ്റുള്ളവരതിനെ കുറിച്ച് മറ്റു മതസ്ഥരൊക്കെ പറയുമ്പോഴാണ്. അതിങ്ങനെ കേൾക്കാൻ കുറച്ചൊക്കെ പ്രവാചകന്റെ ഇവിടെ മുൻ മിനിസ്റ്റർ ആണെന്ന് തോന്നുന്നു, പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് ആ മനുഷ്യൻ വരെ സലാത്ത് പറയാ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് വയല് കേൾക്കാനൊന്നുമല്ല. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വയല് കേൾക്കാൻ വന്ന ചെറുപ്പക്കാരുണ്ട്, മലപ്പുറം ജില്ലക്കാരുണ്ട്, കോട്ടയം ജില്ലക്കാരുണ്ട്. അപ്പൊ ഒരുപാട് പേര് ഇന്നത്തെ ദുആഇക്ക് വേണ്ടി മാത്രം നൂറുകണക്കിന് ആയിരങ്ങൾ ലൈവായിട്ട് വയല് എല്ലാ ചാനലുകളിലും കൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഏകദേശം ഇന്നത്തെ ഈ സ്വലാത്തിന്റെ ഈ സദസ്സിൽ ദുആഇക്ക് വേണ്ടി ഏകദേശം 1 മാസമായെന്ന് തോന്നുന്നു ഈ പരിപാടി ബുക്ക് ചെയ്തിട്ട്. അൽഹംദുലില്ലാഹ്, ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് പെട്ടെന്ന് ഡേറ്റ് കൊടുത്തു. ഏകദേശം 50 ലക്ഷം സ്വലാത്ത് ഓൾറെഡി ഇപ്പൊ തന്നെ പറഞ്ഞു വെച്ചിരിക്കുക, ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുക. 50 ലക്ഷത്തോളം വരുന്ന സ്വലാത്തുകൾ വാട്സപ്പിലും മറ്റുള്ള കാര്യങ്ങളിലൂടെ സഹോദരിമാരൊക്കെ ഏറ്റെടുത്തുന്ന ഇവരൊക്കെ പറഞ്ഞു വെച്ചിട്ട്, ഉസ്താദേ നൂറുകണക്കിന് ഖത്തം ഞങ്ങൾ ഓതി വെച്ചിട്ടുണ്ട്. ഇന്നെല്ലാം ഈ പുണ്യ റൗള, ഈ പുണ്യ സ്ഥലത്ത് വെച്ച് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പുണ്യപ്രവാചകന്റെ മദഹ് പറയുന്ന ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അതെല്ലാം ഇന്ന് മദീനയിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് ഹദിയ ചെയ്തിട്ട് ഞങ്ങൾക്കൊക്കെ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണേ എന്ന് പലരും ഐസിബിൽ കിടക്കുന്നവർ, മക്കളില്ലാത്തവർ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വീടില്ലാത്തവർ, ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്നത് ഇപ്പോഴും 24 വയസ്സുള്ള ഒരു കുട്ടി ഐസിബിന്റെ അകത്താണ്. ഉസ്താദെ ഞങ്ങളെ മറക്കരുത്. 1.5 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ. എന്തിന് ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ ഇപ്പൊ തന്നെ ഉസ്താദയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം, അതിന് സഹോദരനാണ്. അപ്പൊ ഇതുപോലെ ഈ സദസ്സിൽ പങ്കെടുക്കാത്തവർ പോലും കഴിയാത്തവർ പോലും ദുആ കൊണ്ട്, പ്രത്യേകിച്ച് പ്രവാസികൾ, ഞങ്ങളെ മറക്കല്ലേ ഉസ്താദ്. ഇന്നത്തെ ദുആയിൽ മറക്കരുത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊണ്ടു നടക്കുന്നവരായി സദസ്സിലേക്ക് ഒരുമിച്ച് കൂടുന്നത്. ആ സദസ്സിൽ വെച്ച് ഉസ്താദ് ഒരു വട്ടം ഒരു സ്വലാത്ത് പറയിപ്പിച്ചാൽ തന്നെ അൽഹംദുലില്ലാഹ് നൂറുകണക്കിന് സ്വലാത്തുകളാകും. ഉസ്താദ് മറക്കരുതെന്ന് ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ സദസ്സ് ഒരു പ്രാവശ്യം സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് പറഞ്ഞാൽ തന്നെ എത്രയാകുമെന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ നമ്മൾ എല്ലാവരും ഇതിന്റെ അവസാനം ഒരു 10 സ്വലാത്ത് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് എന്തുകൊണ്ടും ഇന്നത്തെ ഈ സദസ്സ് ദുആഇക്ക് ഇജാബത്തുള്ള ഒരു സദസ്സായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോട്, എന്തിനാ സഹോദരങ്ങളെ, പുണ്യ നബിയുടെ ചരിത്രം പറയുന്ന ഈ സദസ്സിൽ വന്നിട്ട് ആലിമീങ്ങൾ വരെ താഴെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ മതിലിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ എന്ന രീതിയിൽ നിങ്ങൾക്കത് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? ഉസ്താദന്മാർ വരെ ഇൽമ പഠിച്ച ഹാഫിളീങ്ങളും ആലിമീങ്ങളും അവർ വരെ ഇങ്ങനെ സദസ്സിരിക്കുമ്പോൾ ഒന്ന് കയറിയിരിക്കാതെ മതിലിന്റെ മുകളിൽ ഇരിക്കണവരോടാണ് ഞാൻ ചോദിച്ചത്, ആ മതിലിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഇരുന്ന നിനക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലിരുന്ന പ്രതിഫലം തരും. ഇത് ദുനിയാവിലെ സ്വർഗ്ഗം. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ലോകത്തിന്റെ നേതാവിനോട് ഒരു അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവിടെ നിറങ്ങിയിട്ട് ആ പുറത്തിരിക്കുന്നവർ മുഴുവനും ആ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിൽ കയറിയിരുന്നാൽ അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ പേരെഴുതും, നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് പുറത്തിരിക്കുന്നവർ ഇൻഷാ
അല്ലാഹ് അകത്തേർ കയറിയിരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇന്നത്തെ വഅദും കഴിഞ്ഞ് ദുആയും കഴിഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് എത്ര കൂടി പോയാലും 10:30 വരെ പോകത്തുള്ളൂ. സാധാരണ ഇരുത്തണ പോലെ ഇരുത്താൻ പറ്റൂലല്ലോ. കൂടി പോയാൽ 10:30 വരെ ഇരുത്താൻ പറ്റും. അപ്പൊ ഇൻഷാ അല്ലാഹ് അവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നവർ, നിയ്യത്ത് ചെയ്യുന്നവരെന്ന് കൈവയ്ക്കുക. ഇറങ്ങി ഓടാതെ വലിയ പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. നൗഷാദ് ഹാജിയൊക്കെ സമാധാനം. ഇവിടെ ഇതിന്റെ കൺവീനറിന്റെ പ്രസംഗം തന്നെ എനിക്ക് കുറച്ച് മനസ്സിലായുള്ളൂ. എങ്കിൽ ചങ്ങാതി പിന്നെ തിമിംഗലത്തിന്റെ അറിവ്, തിമിംഗലത്തിന് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നു. അൽഹംദുലില്ലാ. ഇതിന്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു വാഴത്തൈ നിങ്ങൾ കൊടുത്തല്ലോ. ബഹുനിനായ ഉസ്താദ് അവറുകൾ അതിന്റെ ഹദീസ് പറയുകയായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണത്തിന് ശേഷം പ്രയോജനം ചെയ്യുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം ആ മനുഷ്യന് 6 അടി മണ്ണിനകത്ത് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഹദീസിൽപ്പെട്ട ഒരു കാര്യമാണ് വൃക്ഷം നടുക, തൈ നടുക. അത് ആ മനുഷ്യന്റെ ഖബറിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സദഖയാണ്. അൽഹംദുലില്ലാ, സുന്നി പ്രവർത്തകർ അൽഹംദുലില്ലാ ഒരു നല്ല കാര്യം ചെയ്യാൻ തയ്യാറായി. ആരാണോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തന്നു, സ്വർഗ്ഗത്തിന് 8 വാതിലുകളാണ് ഉള്ളത്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചുറപ്പിന്റെ സ്വർഗ്ഗത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ സ്വർഗ്ഗത്തിന് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകളും ഒരു മനുഷ്യനെ, ആ 8 വാതിലിൽ നിന്ന് ഏത് വാതിലിലൂടെ വേണമെങ്കിലും ഒരു മനുഷ്യന് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഓരോ വ്യക്തികൾക്കും നോമ്പ് പിടിക്കുന്നവന് റയ്യാൻ എന്ന് പറയുന്ന വാതിലുണ്ട്. വാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്ന മക്കൾക്ക് സ്വർഗ്ഗത്തിന്റെ മധ്യവാതിൽ വാപ്പയാണ്. ഇതുപോലെ പ്രവാചകൻ ഓരോ വാതിലുകൾ, ഓരോ സൽക്കർമ്മങ്ങൾക്ക് പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ സ്വർഗ്ഗത്തിലെ 8 വാതിലുകളും ഒരു മനുഷ്യനെ കാണുമ്പോൾ അവിടെ നിന്ന് 8 വാതിലുകളും ഒരു മനുഷ്യനെ സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ 8 വാതിലും വിളിക്കുന്ന ഒരു മനുഷ്യൻ ഈ സദസ്സിലുണ്ട്. അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളും എന്നിലൂടെ കടന്നു പോകുന്നു പറയുന്ന വിളിക്കുന്ന യഥാർത്ഥ അടിമകളിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അങ്ങനെ 8 വാതിലുകളും വിളിക്കുന്ന അടിമയാകാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കുക. സ്വർഗ്ഗത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോ 8 വാതിലും എന്നിലൂടെ വാ എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെടാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണമെന്നറിയുവോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത്, നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള, വെറും 5 or 6 ആയത്തുകൾ മാത്രമുള്ള, 10 ആയത്തിന്റെ താഴെ മാത്രമുള്ള ഒരു ചെറിയ സൂറത്തുണ്ട്. ഈ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും മോദിയാൽ അവൻ നാളെ സ്വർഗ്ഗത്തിന്റെ മുന്നിലെത്തുമ്പോ 8 കവാടവും അവനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ സൂറത്ത് ഏതാണെന്ന് അറിയണമെങ്കിൽ 10:30 വരെ ഇവിടെ ഇരിക്കണം, അത്ര മാത്രമേ പറയാനുള്ളൂ. ആ സൂറത്ത് ഏതാണെന്ന് അറിയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരിക്കുക. വേണ്ടവരിരിക്കുക, അല്ലാത്തവർ ഓടിക്കൊള്ള. ഇവിടെ ഓടാൻ പറ്റൂ. അതിൽ വരുമ്പോ എവിടെ ഓടാനാ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. മതിലിന്റെ മുകളിൽ ഇരിക്കുന്നവരുടെ മുന്നിലേക്ക് സംഘാടകർ ഒന്ന് കടന്നു ചെന്നിട്ട് സ്നേഹത്തോടെ പറയുക, ഒന്ന് സ്വർഗ്ഗത്തിൽ കയറിയിരിക്കാൻ. ഇതിന്റെ സംഘാടകരോട്, ചെയർമാൻ ഇതിന്റെ സംഘാടകർ, ആ മതിലിന്റെ മുകളിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാകാഞ്ഞിട്ടായിരിക്കും, നിങ്ങൾ അവരോട് ചെന്നിട്ട് സ്നേഹത്തോടെ പറ, സ്വർഗ്ഗത്തിൽ കയറിയിരിക്കാൻ. എന്താ നൗഷാദ് നിങ്ങൾ ഇവിടെ നിൽക്കണം, നിങ്ങൾ ഹാജിയാ, എന്താ നിങ്ങളുടെ ചെയർമാൻ തിമിംഗലത്തെ കുറിച്ച് വാത് പറഞ്ഞ കാക്കാണ്ട്. അപ്പൊ
നിങ്ങൾ പോകാം, ആ മതിലിന്റെ മുകളിൽ ഇരിക്കുന്നവരോട് ചെന്ന് പറയുക, പുണ്യപ്രവാചകന്റെ മദ്ഹ് പറയുന്ന സദസ്സാണ്, ഒന്ന് കയറി സ്വർഗത്തിലിരിക്കാൻ പറയാം. ഇൻഷാ അല്ലാഹ് അവിടെ വരെ നടക്ക്, അത്രയും ചുവട്ടടി ചിലപ്പോൾ അള്ളാഹ് പാവം പുറത്തേനും പൊക്കോൾ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സലാത്തിനൊരു മടിയും കാണിക്കരുത്. ഇന്ന് റൗള ശരീഫിന്റെ ചാരത്തേക്ക് ഈ സദസ്സിൽ നിന്ന് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ഇങ്ങനെ ഒഴുകാനുള്ളതാ. നമ്മുടെ മാതാപിതാക്കളുടെ പേര് അള്ളാഹുവെ മനോഹരമായിട്ട് പ്രവാചകന്റെ റൗളയിൽ മലക്കുകൾ പോയി പറയണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകന്റെ ജീവിതം പറയാനാണ് എന്നെ ഇവിടെ നിന്ന് ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷേ എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ വഅദ് പറഞ്ഞാലും പ്രവാചകന്റെ ജീവിതം പറഞ്ഞു തീർക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ലോകത്തൊരു മനുഷ്യനെ കൊണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 വർഷക്കാലത്തെ ജീവിതമല്ല, ആ പ്രവാചകന്റെ 23 വർഷത്തെ ജീവിതത്തെ കുറിച്ച് പോലും പറഞ്ഞു തീർക്കാൻ നമ്മളെ കൊണ്ടല്ല, ഈ ദുനിയാവിൽ ഒരു മഖ്ലൂഖിനെ കൊണ്ടും കഴിയില്ല. അത്രയും വിശാലമായ ഒരു വിഷയമാണ് കേവലം 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിക്കണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടു നടക്കുന്നവനാ ഞാനും നിങ്ങളും. ആരോട് ചോദിച്ചാലും പറയും എനിക്ക് പ്രവാചകനെ ഇഷ്ടമാണ്, എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് ഞാനും നിങ്ങളും. ഓരോ മനുഷ്യനും പ്രവാചകനോടുള്ള മഹബത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റുള്ള മതവിശ്വാസികൾ പ്രവാചകനെ മോശമായി പറയുന്നവരുണ്ട്. പലരും പ്രവാചകനെ കുറിച്ച് അറിയാതെ പലതും പറയുന്നവരുണ്ട്. അവർക്ക് പ്രവാചകനെ കുറിച്ച് അറിയാനിട്ടാ. എങ്കിലും മറ്റു ചിലർ പ്രവാചകനെ കുറിച്ച് പറയുമ്പോഴും മുസ്ലിമീങ്ങൾ പറയുന്നതിനേക്കാളും മനോഹരമായിട്ടാണ് പറയുന്നത്. ഞങ്ങളുടെ കേരളത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥനുണ്ട്, ക്രിസ്തുമത വിശ്വാസിയാണ്. ആ IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോൾ കേൾക്കാൻ എന്ത് മനോഹരമെന്നറിയോ. എന്റെ പ്രിയമുള്ളവരെ, അവരെല്ലാം പ്രവാചകന്റെ ജീവിതം വായിച്ചവരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചത് കൊണ്ടാണ് അവർക്കൊക്കെ അങ്ങനെ പറയാൻ കഴിയുന്നത്. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഈ സദസ്സിലിരിക്കുന്ന പ്രവാചകൻ ഹൃദയത്തിന്റെ അകത്തറങ്ങളിൽ കൊണ്ടു നടക്കുമെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ ചോദിക്കുന്നു, നമ്മളിൽ ആരാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചിട്ടുള്ളത്? നമ്മളിൽ എത്ര പേരാ ഗാന്ധിജിയുടെ ചരിത്രം വായിച്ചു? ഞാൻ നെഹ്റുവിന്റെ ജീവിത ചരിത്രം വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രമുഖന്മാരുടെ ചരിത്രങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എല്ലാവരും പലരും പറയാറുണ്ട്. എങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചിട്ടുള്ള എത്ര പേരാ ഉള്ളത്? ആ പ്രവാചകന്റെ പേര് പറയുമ്പോൾ സ്വലാത്ത് പറയുക, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ മൗലിദ് ഓതുക, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മാത്രം നടത്താതെ ആ പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ച എത്ര പേരാ ഉള്ളത്? ആ പ്രവാചകൻ ആരാണെന്ന് അറിഞ്ഞാലല്ലേ നിനക്ക് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം വെറുതെയല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ചാൽ, ലോകത്തിന്റെ നേതാവിന്റെ ജീവിത ചരിത്രം ഏതെങ്കിലും ഒരു മനുഷ്യൻ വായിച്ചാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോ ആ പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രവാചകന്റെ ചരിത്രം വായിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഇതാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ആരാണ് മുത്തുനബി? ആരാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ ആരാണെന്ന് പഠിക്കണം. ആ പ്രവാചകന്റെ സ്വഭാവം എന്തെന്നായിരുന്നു? ആ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഒന്ന് പഠിക്കാൻ തയ്യാറാകണം. എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് മുന്നിൽ മുഹമ്മദ് നബി ആരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായി കടന്നു വന്ന ലോകത്തിന്റെ നേതാവിന്റെ ജീവിത ചരിത്രം വായിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകണം. ആരാ മുത്തുനബി? ആരാ? ആ മുത്തുനബിയുടെ മഹത്വം എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞു തരാ. ആരാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊണ്ടു നടക്കുന്ന, അതാ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കടുകുമണികളുടെ അളവെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ മുന്നിൽ മുഹമ്മദുർ റസൂലുള്ളാഹ്
മുഹമ്മദ് എന്ന പേര് പറയുമ്പോ അറിയാതെ അവന്റെ നാവിന്റെ തുമ്പിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ സ്വലാത്ത് വന്നു പോകുന്നതിന്റെ കാരണം എന്തെന്നറിയുമോ? ഇത്രയ്ക്ക് നമ്മൾ സ്നേഹിക്കാനുള്ള കാരണം എന്താ? എന്റെ പ്രിയമുള്ളവരെ, യുദ്ധം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും സഹാബത്തും നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാ. അതാ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും കടന്നു വരുമ്പോ എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, വിസർജനങ്ങൾക്ക് വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒരു സ്ഥലത്ത് ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമുണ്ട്, സ്വഹാബാക്കളുണ്ട്. എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി അതാ അവരവരോരോ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അതാ ആയിഷ ബീവിയും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തനിക്കൊരുക്കി വെച്ചിരുന്ന കൊട്ടാരത്തിന്റെ അതിന്റെ കുടിലകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ പോയി ഇതിന്റെ ആവശ്യങ്ങൾ മുഴുവനും നടത്തുകയാണ്. എന്നിട്ട് വന്നതാ തനിക്ക് വെച്ചിരിക്കുന്ന ഒട്ടകത്തിന്റെ മുകളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂടാരത്തിന്റെ അകത്തേക്ക് ആയിഷ ബീവി നദാ കേറുകയാണ്. എല്ലാവരും ആയിഷ ബീവി കേറുന്നത് കണ്ടോ. പക്ഷേ ആയിഷ ബീവി അതിന്റെ അകത്ത് കയറി കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോഴാണ് പടച്ചവന് തന്റെ കഴുത്തിൽ കിടന്ന ഒരു മാല കാണുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചിന്തിക്കുകയാണ്, പടച്ചവനെ ഞാൻ പോയ സ്ഥലത്തെങ്ങാനും നഷ്ടപ്പെട്ടു പോയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അതാ കൂടാരത്തിന്റെ അകത്ത് നിന്ന് ഇറങ്ങുന്നുണ്ട്. അതാ താൻ പോയ സ്ഥലത്തേക്ക് മാല തിരക്കിയിട്ട് നടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും വന്ന് കൂടാരത്തിന്റെ അകത്ത് കയറി എല്ലാവരും അതാ യാത്ര തുടങ്ങുകയാണ്. പ്രവാചകനും തന്റെ അനുയായികളും യാത്ര തുടങ്ങുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അതിന്റെ മുകളിലേക്ക് കയറുന്നത് കണ്ടതാ. ആയിഷ ബീവി ഉണ്ടെന്ന് കരുതിയിട്ട് പ്രവാചകനും സഹാബാക്കളും യാത്ര തുടങ്ങുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവസാനം തിരിച്ചു വന്നപ്പോ എല്ലാവരും പോയി കഴിഞ്ഞു. ആയിഷ ബീവി എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ഒട്ടകപ്പുറത്തൊരു സഹാബി കടന്നു വരികയാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? അതാ യാത്രക്കാരുടെ ഏറ്റവും പുറകിൽ വരാൻ നിയോഗിച്ച സഹാബിയാ. യാത്രക്കാരുടെ ഏറ്റവും പുറകിൽ വരാൻ കാരണം എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ പടച്ചവനെ അത് എടുത്തുകൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവാചകനെ പറഞ്ഞേൽപ്പിച്ച സ്വഹാബിയാ. അതാ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ വരുമ്പോ അതാ പർദ്ദയും ധരിച്ചൊരു പെണ്ണിരിക്കുകയാണ്. അതാ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ആരെന്നറിയുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ. മുസ്ലിമീങ്ങളുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്താണെന്ന് പോലും ചോദിച്ചില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണല്ലോ. അവിടുന്ന് ആ ഒട്ടകത്തിന്റെ മുകളിൽ കയറ്റുകയാണ്. സൗബാൻ റളിയല്ലാഹു തആല അൻഹ മുന്നിൽ നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും സൗബാൻ റളിയല്ലാഹു തആല അൻഹു രാത്രി മുഴുവനും യാത്ര ചെയ്തിട്ട് രണ്ടുപേരും മദീനയിലേക്ക് കടന്നു പോകുന്നത് എപ്പോഴെന്നറിയുമോ? എല്ലാവരും ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന പ്രമാദ സമയമാ. എല്ലാവരും ജോലിക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോകുന്ന സമയത്താണ് രണ്ടുപേരും കൂടെ കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, പിന്നെ പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണെന്ന് പോലും നോക്കിയില്ല. പടച്ചവനെ മുസ്ലിമീങ്ങളുടെ ഉമ്മയാണെന്ന് പോലും നോക്കിയില്ല. പടച്ചവനെ അതാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അപവാദം അവിടുന്ന് പറഞ്ഞു പരത്തുകയാ. രണ്ടുപേരും വ്യഭിചരിച്ചെന്ന് പറഞ്ഞു പരത്തുകയാ. കേട്ടവർ പടച്ചവനെ എല്ലാവരും ഷെയർ ചെയ്യുകയാണ്. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് തെറ്റുകാരാണെന്ന് പടച്ചവനെ എല്ലാവരും പറയാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം ഒരിക്കലും ആയിഷ ബീവി അങ്ങനെ ചെയ്യില്ലെന്ന്. പക്ഷേ നാട്ടുകാർ മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചിന്തിച്ചു, ആയിഷ ബീവിയുടെ കാര്യത്തിൽ അല്ലാഹു തീരുമാനമെടുക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറങ്ങട്ടെ. പ്രവാചകൻ പള്ളിയിലെ
പള്ളിയിലേക്ക് പോകും. നമസ്കാരം കഴിഞ്ഞാൽ ആരോടും മിണ്ടാതെ അല്ലാഹുവിന്റെ പ്രവാചകന് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഒരു മനുഷ്യനോടും മിണ്ടുന്നില്ല. എല്ലാവരും പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് മോശമായി പറയുമ്പോ ആരോടും മിണ്ടാതെ വീടിന്റെ അകത്തിരിക്കുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വേദനിച്ചുകൊണ്ട് വീടിന്റെ അകത്തിരിക്കുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് യാ റസൂലല്ലാഹ്, എന്തേ നബിയേ ആരോടും മിണ്ടാത്തതെന്തേ നബിയേ, ആരോടും മിണ്ടാത്തതെന്തേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് മിണ്ടാതെ ഇരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചോദിക്കുകയാണ്, എന്തേ നബിയേ സംസാരിക്കാത്തത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമറേ എല്ലാവരും എന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടോ, എവിടെ നോക്കിയാലും എന്റെ ഭാര്യയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഉമറേ നിന്റെ അഭിപ്രായം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ ചോദിക്കുന്ന നിന്റെ അഭിപ്രായം എന്താണ്? എന്റെ ഭാര്യയെ കുറിച്ച് നിനക്ക് എന്തേ പറയാനുള്ളത്? ഉമർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഒരിക്കലും അങ്ങയുടെ ഭാര്യ വ്യഭിചരിക്കില്ല നബിയേ, ഒരിക്കലും ആയിഷ ബീബി വ്യഭിചരിക്കില്ല, അങ്ങയുടെ ഒരു ഭാര്യയും വ്യഭിചരിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, പറയാൻ കാരണമെന്ത്? നീയൊന്നും കണ്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഉറപ്പോടുകൂടെ പറയാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോ റസൂൽ പ്രഭാഷണത്തിൽ കിടന്നു വന്ന മുസ്ലിമേ, നിന്റെ നേതാവ് ആരെന്നറിയോ? മോനെ മുഹമ്മദുർ റസൂലുള്ളാഹി ആരെന്നറിയോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരിക്കലും അങ്ങയുടെ ഒരു ഭാര്യമാരും വ്യഭിചരിക്കൂല. അതിന്റെ കാരണം എന്തെന്നറിയോ നബിയേ? എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കാറുണ്ട്, എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കാറുണ്ട്. പക്ഷേ യാ റസൂലല്ലാഹ്, ഇന്നുവരെ അങ്ങയുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല നബിയേ. അങ്ങയുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കാറില്ലല്ലോ, എല്ലാവരുടെ ശരീരത്തിലും ഈച്ച വന്നിരിക്കാറുണ്ട്, അങ്ങയുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കാറില്ല. കാരണം എന്താണെന്ന് ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ തങ്ങളെ ചോദിച്ചു, നബിയേ അങ്ങയുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കാത്തതിന്റെ കാരണം എന്താ? പ്രവാചകൻ പറഞ്ഞു, ഉമറേ നല്ല സ്ഥലത്തും മോശമായ സ്ഥലങ്ങളിലും ഈച്ച പോയിരിക്കുമല്ലോ, നജിസുകളിൽ പോയിരിക്കുമല്ലോ. അപ്പോൾ ആ നജിസുമായിട്ട് എന്റെ ശരീരത്തിൽ വന്നിരുന്ന അത് അല്ലാഹുവിന് ഇഷ്ടമല്ല ഉമറേ. അതുകൊണ്ട് എന്റെ ശരീരത്തിലിരിക്കാൻ ഈച്ചയ്ക്ക് അല്ലാഹു അനുവാദം കൊടുത്തിട്ടില്ല ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, നജസിലിരുന്ന ഒരു ഈച്ചയ്ക്ക് പോലും തങ്ങളുടെ ശരീരത്തിലിരിക്കാൻ അധികാരമില്ല. നജസിലിരുന്ന ഒരു ഈച്ചയ്ക്ക് പോലും അങ്ങയുടെ ശരീരത്തിലിരിക്കാൻ അല്ലാഹു അവകാശം കൊടുത്തിട്ടില്ല. അങ്ങനെ പരിശുദ്ധനായ നബിയേ, അങ്ങക്ക് വ്യഭിചാരിയായ ഒരു ഭാര്യ അല്ലാഹു തരുവോ നബിയേ? ഒരു ഈച്ചയ്ക്ക് പോലും ഇരിക്കാൻ അവകാശമില്ല. ഇത്രയ്ക്കും വലിയ പരിശുദ്ധനായ പ്രവാചകന് ഒരു മോശക്കാരിയായ പെണ്ണിന് അല്ലാഹു തരുവോ നബിയേ? അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി പോവുകയാ. ലോകത്തിന്റെ നേതാവിന്റെ ശരീരത്ത് 63 കൊല്ലം ഒരിക്കൽ പോലും ഈച്ച വന്നിരുന്നിട്ടില്ല എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ നമ്മുടെ നേതാവാരാ? നമ്മുടെ നേതാവാരാ? അത്രയ്ക്കും വലിയ പരിശുദ്ധനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രണ്ടാമതായിട്ട് പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നത് ആരെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആരോടും മിണ്ടാതെ വീടിന്റെ അകത്തിരിക്കുന്ന പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട്, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ
മനുഷ്യനോടും മിണ്ടാത്തതെന്തേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് എന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നത് കേട്ടോ. എന്തേ ഉസ്മാനെ, നിന്റെ അഭിപ്രായം എന്താണ്? യാ റസൂലല്ലാഹ്, ഒരിക്കലും ആയിഷ വ്യഭിചരിക്കൂല, ഒരിക്കലും ആയിഷ തെറ്റ് ചെയ്യൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അതിന്റെ കാരണമെന്ത്? ഉസ്മാൻ തങ്ങൾ പറയുന്നു, നബിയേ, എല്ലാവരുടെ ശരീരത്തിനും നിഴലുണ്ട് നബിയേ, എല്ലാവരുടെ ശരീരത്തിനും നിഴലുണ്ട്. എന്നാൽ അങ്ങയുടെ നിഴൽ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് നിഴലില്ലായിരുന്നു. അതിനെക്കുറിച്ച് ഉസ്മാൻ തങ്ങൾ തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരിക്കൽ ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, ഉസ്മാനെ, എന്റെ ശരീരത്തിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയും, എന്റെ നിഴലിനെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും തന്റെ നിഴലിനെ നിയന്ത്രിക്കാൻ കഴിയൂല. അതുകൊണ്ട് എനിക്ക് നിഴലുണ്ടെങ്കിൽ ഞാൻ നടക്കുന്ന സമയം അത് വിസർജനങ്ങളിലൂടെ, ശുദ്ധിയില്ലാത്ത സ്ഥലങ്ങളിലൂടെ എന്റെ നിഴലിങ്ങനെ പോകുമല്ലോ. സഹാബികൾ നടക്കുമ്പോ എന്റെ നിഴലിന്റെ മുകളിലെ ചവിട്ടുമല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിഴല് തന്നിട്ടില്ലെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വ്യഭിചാരമെന്ന് പറയുന്ന പാപത്തിനെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങയ്ക്കൊരു നിഴലിനെ പോലും തരാത്തത് അങ്ങയെ ആദരിച്ചിട്ടാണ്, അങ്ങയെ ബഹുമാനിച്ചിട്ടാണ്. അങ്ങനെയുള്ള നബിയേ, വസാഅ സബീലാ. വ്യഭിചരിക്കുന്നവന്റെ കുടുംബമുണ്ടല്ലോ, വ്യഭിചരിക്കുന്നവന്റെ കുടുംബത്തിന് ക്വാളിറ്റി ഇല്ല എന്ന് അല്ലാഹു പറഞ്ഞത്. വ്യഭിചരിക്കുന്നവന്റെ കുടുംബത്തിന് ക്വാളിറ്റി ഇല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ യാ റസൂലല്ലാഹ്, അങ്ങയുടെ കുടുംബത്തിന് ക്വാളിറ്റി ഉണ്ട് നബിയേ, അങ്ങയുടെ കുടുംബത്തിന് ക്വാളിറ്റി ഉണ്ട് നബിയേ. അങ്ങയോട് വിവാഹം കഴിക്കാൻ, ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് അല്ലാഹു നബിയേ. അല്ലാഹുവാണ് പറഞ്ഞത് ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ. ആയിഷ ബീവി ഒരു മോശമായ പെണ്ണായിരുന്നെങ്കിൽ അല്ലാഹു അങ്ങയ്ക്ക് തരില്ലായിരുന്നു നബിയേ. അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല നബിയേ, അങ്ങയുടെ ഭാര്യ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് നബിയേ. മഹാനായ ഉസ്മാൻ തങ്ങൾ ഇറങ്ങി പോവുകയാണ്. മൂന്നാമതായി കടന്നു വന്നത് ആരെന്നറിയോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു